ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മുടെ നാളത്തെ +1 ഇംഗ്ലീഷിൻ്റെ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാക്ട്ലി ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത് എന്നല്ല, ബട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള പാഠത്തിൽ നിന്ന് ഒരു പാരഗ്രാഫ് തന്നിട്ട് കൂടുതലായിട്ടും ചോദിക്കുന്നത് ഹൂ ഈസ് എ സ്പീക്കർ എന്നാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിക്ക് പഠിക്കണം. സ്പീക്കർ ആരാണ്, ചാപ്റ്റർ ഏതാണ്, അതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ, ഒരു വാക്ക് തന്നിട്ട് അതിനോട് അർത്ഥം വരുന്ന വാക്ക് ഇതിൽ ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ടെക്സ്റ്റ് വായിക്കണം. പിന്നെ നമുക്ക് 5 to 8 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയം തന്നിട്ട് അതിലെ പോയറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിലേതെങ്കിലും മെറ്റഫർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിലേതെങ്കിലും പോയറ്റ് ഡിവൈസിനെ പറ്റിയിട്ട് ചോദിക്കാം, അതിലെ ലൈനിൽ നിന്നുള്ള മീനിങ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗ്രാമർ ആണ് വരിക. ഇപ്പം ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനാണെന്നുണ്ടെങ്കിൽ നെയ്തർ ഓർ എയ്തർ ഓഫ് അസ് എന്ന ഗ്രാമറാണ് വന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള സ്ഥിരമായിട്ട് വരുന്ന ടൈപ്പ് സാധനങ്ങൾ തന്നെ. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് സിമ്പിൾ ഗ്രാമറാണ് ചോദിച്ചിരിക്കുന്നത്. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഡാഷ് ഓൺ ടേബിൾ, അത് ഈസാണോ വാസാണോ അവിടെ വെക്കേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എയ്തർ ഓഫ് അസ് അല്ലെങ്കിൽ നെയ്തർ നോർ എന്നുള്ള രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാമറുകൾ 2 മാർക്കിനായിരിക്കും അവിടെ ചോദിച്ചിട്ടുണ്ടാകുക. മെയിനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഹീ ആണെങ്കിൽ വെർബ് പ്ലേ എന്നാണെങ്കിൽ പ്ലേസ് ആയിരിക്കണം. പ്ലേ ഇസ് എസ് വരുമ്പോഴാണ് സിംഗുലർ ആകുക. അതേസമയം ചിൽഡ്രൻ എന്നാണെങ്കിലോ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ചിൽഡ്രൻ പ്ലേ കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്. സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. പിന്നെ നമുക്ക് 2 മാർക്കിന് എന്തായാലും ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവും. റിപ്പോർട്ടഡ് സ്പീച്ച് അറിയില്ല എന്ന് കരുതിയിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഒന്നും അറിയാത്തവരെന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ പാസ്റ്റ് ഫോമിലേക്ക് ആക്കിയാൽ മതി. മാഗി ടോൾഡ് ഗുപ്ത ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഐ എന്നുള്ളതൊക്കെ ഷീ ആക്കുക. ജസ്റ്റ് അതൊന്ന് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് ഇഫ് ക്ലോസ് ചോദിക്കും. ഇഫ് ക്ലോസ് ഒരു 3 ടൈപ്പ് ഇഫ് ക്ലോസുകൾ, അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കി ഏതും എഴുതാൻ പറ്റും. ഈ ഒരു ഫോമാറ്റ് പഠിച്ചാൽ മതി. അതായത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ വിൻ. ഇത് നിങ്ങൾ ആദ്യം ഒന്ന് എഴുതിയെടുക്കട്ടെ, ഞാൻ പറഞ്ഞു തരാം എന്താന്ന്. ഇഫ് യു studied well you would win. If you had studied well you would have won. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇതെങ്ങനെ മനസ്സിലാക്കാം? അതായത് ഇപ്പം നമ്മളോട് ഇഫ് യു സ്റ്റഡി വെൽ, സിമ്പിൾ പ്രസൻറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസറിൽ വില്ല് വരണം. യു വിൽ വിൻ, യു വിൽ പാസ്, യു വിൽ ഗെറ്റ് ദ ട്രെയിൻ, അങ്ങനെ. ഇനി ഇഫ് യു സ്റ്റഡീഡ് പാസ്റ്റിൽ തന്നിരിക്കുന്നെങ്കിൽ വില്ലിന് പകരം വുഡ് യൂസ് ചെയ്യണം. ഇനി ഹാഡ് ഉള്ളതാണ് തന്നിരിക്കുന്നെങ്കിലോ യു വുഡ് ഹാവ് വോൺ, യു വുഡ് ഹാവ് പ്ലസ് V3 ഫോമാണ് വരേണ്ടത്. ഇനി ഇവിടെ നോക്കി, ഇതാണ് ആദ്യത്തെ ടൈപ്പ്, ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്, ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇഫ് ഐ ഹാഡ് മോർ ടൈം. ഹാഡ് മൂന്നാമത്തേതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്തായാലും വേണം, വുഡ് ഹാവ് വേണം. അപ്പോൾ ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ഹാവ് സ്റ്റഡീഡ് മോർ, അങ്ങനെ എഴുതിയാൽ മതിയല്ലോ. ഇനി ഇഫ് യു ഹീറ്റ് ഐസ്, അത് സിമ്പിൾ പ്രസൻറ്റാ. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് വിൽ മെൽറ്റ്, അങ്ങനെ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇഫ് ക്ലോസ് കമ്പൾസറി ആയിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി സ്റ്റീഫൻ ഹോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട്. ബട്ട് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളതുകൊണ്ട് ആ ചാപ്റ്റർ കൂടി നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ നമുക്ക് 4 മാർക്കിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ആർഗ്യുമെൻറ്റ്സ് ഫേവർ ചോദിക്കുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എഴുതിയാൽ മതി. പിന്നെ ചോദിക്കുക, എന്തായാലും ഒരു ഇമെയിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാഗി ഗുപ്തയ്ക്ക് എഴുതുന്നതോ അല്ലെങ്കിൽ ഗുപ്ത മാഗിക്ക് എഴുതുന്നതോ ആയിട്ടുള്ളൊരു ഇമെയിൽ. പിന്നെ പ്രൊഫൈൽ സിമ്പിളായിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മരിച്ച ഒരാളാണെന്നുണ്ടെങ്കിലാണ് എല്ലാം വാസ് ചേർത്ത് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഈസ് ചേർത്ത് എഴുതണം കേട്ടോ. പിന്നെ ലൈവ് TV റിപ്പോർട്ട്, ലഹോളയുടെ ലൈവ് TV റിപ്പോർട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ടർട്ടിൽ കോളിങ്ങിൻ്റെ ലൈവ് TV റിപ്പോർട്ടോ എന്തായാലും വരും. രണ്ടും പഠിച്ചിട്ട് പോയാൽ 4 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എറർ കറക്റ്റ് ചെയ്യാനാണ്. എറർ കറക്റ്റ് ചെയ്യാൻ നല്ല രീതിക്ക് വായിച്ച് നോക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് കറക്റ്റ് ആണെന്ന് നോക്കണം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അങ്ങനെ അതെല്ലാം നോക്കണം. ഭാഗ്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെ വരും. പിന്നെ എപ്പോഴും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലൊരു റിച്വലിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. മോഡലിനും ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഒന്നും അറിയില്ലാത്തൊരു ഓണത്തിനെ പറ്റിയിട്ടെങ്കിലും എഴുതാം. റിവ്യൂ ഓഫ് ദ പോയം സൺറൈസ് ഓൺ ദ ഹില്ല് ചോദിക്കാം. റിവ്യൂ ഓഫ് ദി സ്റ്റോറി നമ്മുടെ ഐ വിൽ ഫ്ലൈ,
ഐഫൈലോ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, റിവ്യൂ ഓഫ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, റിവ്യൂവും ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ എന്തുമാത്രം അതിന് ആപ്റ്റ് ആണെന്നുള്ള രീതിക്കും ചോദിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പഠിക്കണം. പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്ന് ആരോട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റിയ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒരു 6 പഠിച്ചു വെച്ചേക്കാം. പിന്നെ ലെറ്റർ ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ, എന്തെങ്കിലും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട്. അതല്ലാന്ന് ലെറ്റർ ഓഫ് എൻക്വയറിയും ചോദിക്കാം. ലെറ്റർ ഓഫ് എൻക്വയറി, അതായത് ഞങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് വന്നോട്ടെ, നിങ്ങളുടെ ഈ സ്ഥാപനം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് ലെറ്റർ ഓഫ് എൻക്വയറിയും ചോദിക്കാം. പിന്നെ ക്യാരക്ടർ സ്കെച്ച് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ സറാങ് ഓഫ് റാണാഗഞ്ചി ആയിട്ടുള്ള ഹസൻ്റേതാണ്, അല്ലെങ്കിൽ ഇവാനിച്ചിൻ്റെയോ നിക്കോള ഇവാനിച്ചിൻ്റെയോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹസനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഹസനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സ്പീച്ച് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രോഗ്രാം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം, അതായത് സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് സ്കൂൾ കൊയറോട് കൂടിയിട്ട് ഇന്ന ഡേറ്റിൽ ഇങ്ങനെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു, സ്കൂൾ കൊയറിൻ്റെ പ്രെയറോട് കൂടിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. വെൽക്കം സ്പീച്ച് പറഞ്ഞത് ഇന്ന ആളാണ്, പ്രസിഡൻഷ്യൽ സ്പീച്ച് പറഞ്ഞ ഇന്ന ആളാണ്, ഇനോഗ്രേറ്റ് ചെയ്തത് ഇന്ന ആളാണ്, ഫെലിസിറ്റേഷൻ ഇവർ രണ്ടുപേരാണ്, ഒരുപാട് പേര് പേപ്പർ പ്രസൻറ്റ് ചെയ്തു, ഇന്ന ആൾ ഇന്ന പേപ്പർ പ്രസൻറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞത് വോട്ട് ഓഫ് താങ്ക്സ് ഇതായിരുന്നു. നാഷണൽ ആന്തത്തോട് കൂടിയിട്ട് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ട് പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ പ്രസ് ചോദിക്കാം. പ്രസ് ചോദിക്കുമ്പോൾ അതിനെ ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞിട്ടും അതിൻ്റെ ഒരു 1/3 ഫോമിലേക്കാണ് എഴുതേണ്ടത്. പിന്നെ ട്രാവൽ എസ്സേ ചോദിക്കുന്നുണ്ട്. ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ട്രാവൽ എസ്സേ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഫോർമാറ്റ് കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, കൾച്ചർ, ആളുകളുടെ ഭാഷ, റിച്വൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ സ്പീച്ച് ചോദിക്കുമ്പോൾ ഗാന്ധിയൻ വാല്യൂസിനെ പറ്റിയിട്ടുള്ള സ്പീച്ച് ചോദിക്കാം, സെൽഫ് കോൺഫിഡൻസ് വേണ്ടതിനെ പറ്റിയിട്ടുള്ള സ്പീച്ച് ചോദിക്കാം, പിന്നെ മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടുള്ളൊരു സ്പീച്ചോ എസ്സേയോ ചോദിക്കാം. ഇതൊക്കെ. പിന്നെ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇന്ത്യയെ പറ്റിയിട്ടും സ്പീച്ചോ എസ്സേയോ ചോദിക്കാം. ഈ 4 ടോപ്പിക്കുകളെ പറ്റിയിട്ടും സ്പീച്ചോ എസ്സേ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ ഒരു ക്രിട്ടിക്കൽ ആപ്രിസിയേഷനോ അല്ലെങ്കിൽ കമ്പാരിസണോ ആയിട്ടായിരിക്കും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് പ്രകാരം വന്നാൽ നിങ്ങൾ എഴുതാൻ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഫോർമാറ്റ് വൈസുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. ഇതേപോലെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. താങ്ക്